പരസ്യ പ്രചാരണത്തിന്റെ ആവേശ കാഴ്ചകൾ കാണുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇറാനിൽ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു. ഇറാനിലെ ഗാർഗ് ദ്വീപിന് നേരെ ആക്രമണം നടത്തുക. ഇറാന്റെ എണ്ണ സമ്പത്തിന്റെ ഏറ്റവും വലിയ നട്ടൽ എന്ന് വിളിക്കാവുന്ന സ്ഥലമാണ് ഗാർഗ് ദ്വീപ്. അവിടെ അമേരിക്കൻ ഇസ്രായേൽ സേന ആക്രമണം നടത്തുന്നു. ഇസ്താംബൂളിൽ, അതായത് ടർക്കിഷ് തലസ്ഥാനമായ ഇസ്താംബൂളിലെ ക്യാപിറ്റൽ സിറ്റിയിലെ അവിടുത്തെ ഇസ്രായേൽ എംബസിക്ക് നേരെ വെടിവെപ്പ് ഉണ്ടാകുന്നു. ഇന്ന് ഇറാനിലെ ട്രെയിൻ സർവീസുകളൊക്കെ ആക്രമിക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്രെയിൻ സർവീസുകളെല്ലാം താറുമാറായ അവസ്ഥയാണ് അവിടെയുള്ളത്. ട്രെയിൻ സർവീസുകളും ട്രാക്കുകളും ഉപയോഗിക്കുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാൻ ജനതയ്ക്ക് മുമ്പിലേക്ക് ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു അറ്റാക്കിൻ്റെ സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് മനസ്സിലാക്കി പോകണം. താഴെ ടിക്കറിൽ അതിൻ്റെ അപ്ഡേറ്റ് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കലാസെക്കോട്ടിലേക്ക് വരികയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന ആവേശോജ്വലമായ പ്രചാരണത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കലാസെക്കോട്ടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നത്. പരമാവധി കലാപ്രകടനങ്ങൾ അല്ലെങ്കിൽ നിറച്ചാർത്ത് എന്നൊക്കെ പറയാമല്ലോ, ബലൂണുകൾ, കൊടികൾ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള വലിയ തോതിലുള്ള വർണ്ണാഭമായിട്ടുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ പലതരത്തിലുള്ള കലാപ്രകടനങ്ങൾ, ഈ പറയുന്ന കാവടിയാട്ടം അല്ലെങ്കിൽ അമ്മൻകൂടം പോലുള്ള സംഗതികൾ പലയിടത്തും കാണാൻ പറ്റും. പലതരത്തും പാട്ടുകാരെ കൊണ്ടുവന്ന് പാട്ട് പാടിക്കുന്നു. അപ്പോൾ ആളുകളെ എത്തിക്കാൻ, മൊബിലൈസ് ചെയ്യാൻ പല മാർഗങ്ങൾ തേടുന്നു. അപ്പോൾ ആവേശം നിറയുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് ആവേശത്തിൻ്റെ വർണ്ണാഭമായിട്ടുള്ള ഡൈനമിക് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഇത് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ മണ്ണിലും മനസ്സിലും ഇപ്പോൾ നിറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കനലു മാത്രമാണ്. നമുക്കത് കാണാൻ പറ്റും, അതിൻ്റെ ചൂട് അനുഭവിക്കാൻ പറ്റും. ഈ ഒറ്റ ദിവസം കൂടി മാത്രമേ പരസ്യ പ്രചരണത്തിനുള്ളൂ. ഈ ഒറ്റ ദിവസം കൂടി മാത്രമേ ഉറക്ക മുദ്രാവാക്യം വിളിക്കാൻ കഴിയൂ. ഈ ഒറ്റ ദിവസം കൂടി മാത്രമേ ഉറക്ക പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത് അവസാനത്തെ മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണ്. ഈ മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വോട്ടെടുപ്പിൻ്റെ സമയത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞ് ഇതിനുള്ള ഓപ്ഷനുള്ളൂ. സോ അതുകൊണ്ട് അത്ര പ്രധാനപ്പെട്ടതാണ്, അത്ര നിർണായകമാണ്, അത്ര രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് ഈ സന്ദർഭം എന്ന് പറയേണ്ടി വരും.